നമസ്കാരം. വീണ്ടും മണിപ്പേച്ചു മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സർ. ആദ്യം വന്നിട്ട് ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ട്രഷറി ഹെഡ് വന്നിട്ട് എക്സിറ്റ് ആവുന്നു. അതിനെ തുടർന്ന് ഒരുപാട് ആൾക്കാർ ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ഇരുന്ന് വെളിയിൽ വരുന്നു എന്നതിനെ നോക്കുമ്പോൾ ആ പ്രൊമോട്ടർ ഇന്റഗ്രിറ്റി എന്ന ഒരു കാര്യം RBI വിശ്വസിക്കുന്നെന്ന് പറഞ്ഞു. പക്ഷെ ഒരാളായിട്ട് വെളിയിൽ വരും ഒരു റെഡ് ഫ്ലാഗ് അല്ലേ സർ? ഒന്നും അല്ല, ഇവർ 5 കൊല്ലമായിട്ടിരുന്നു. ഇവർ വന്നിട്ട് ഈ അക്കൗണ്ടിങ് ഫ്ലോ നടന്ന പീരീഡിൽ ഇരുന്ന ആളാണ്. അതായത് ട്രഷറി ഓപ്പറേഷൻസിലാണ് ഇരുന്നത്. 5 കൊല്ലം ഇരുന്നു. ഈ ആർ റീസിങ് ദ പീപ്പിൾ ഹു ആർ ദെയർ. രാജീവ് ആനന്ദ് അവർക്കൊരു തനി ടീം സെറ്റ് ചെയ്യുന്നു. സോ ഹി ഈസ് ഗോയിങ് ടു ബ്രിങ് ഇൻ മാൻ ഇൻ ഹിസ് പൊസിഷൻ. അപ്പൊ നമ്മൾ ഇതിനൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് നോക്കേണ്ടതല്ല അല്ലേ? റെഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഓവറാണ്. റെഡ് ഫ്ലാഗ് ഓവർ എന്ന് പറഞ്ഞാൽ ഇന്നവർ റൈസ് ടു ബുക്ക് വന്നിട്ട് 1.1. ദി ടൈം ടു കൺസിഡർ ഈസ് ഓവർ. നിങ്ങൾ എപ്പോഴും ഒരു പ്രോബ്ലം ഇരിക്കുന്ന പീക്കിൽ വാങ്ങണം. എന്നാൽ ആ പ്രോബ്ലത്തിനെ വിട്ടിട്ട് ഇവിടെ വാങ്ങാമെന്ന് ചോദിച്ചാൽ യെസ് വി ക്യാൻ ഗോ ഫ്രം ദാറ്റ് 1.2 ടു 1.5. ഈ 1.1 ഇരിക്കേണ്ട കാരണം ഇപ്പോൾ 2-3 ക്വാർട്ടറായിട്ട് അവർ പ്രോഫിറ്റിനെ ഡിക്ലെയർ ചെയ്തില്ല. ഇപ്പോൾ അവർ പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ ഓക്കെ, അത് യെസ് ദ ബെസ്റ്റ് ടൈം ടു കൺസിഡർ ദി സ്റ്റോക്ക് ഇസ് ഓവർ. ഓക്കെ സർ. അടുത്തത് വന്നിട്ട് ഈ ക്രൂഡ് ഓയിൽ ഇഷ്യൂ. ഇത് വലിയ ലെവലിൽ പോകുമെന്നും ഇത് സെറ്റിലാകാൻ പോകുന്നില്ല എന്നും മനസ്സിലാവുന്നു. ക്രൂഡ് ഓയിൽ ഇൻക്രീസ് ആയെങ്കിൽ വേൾഡ് ലെവലിൽ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ആവും. ഇൻഫ്ലേഷൻ ഇൻക്രീസ് ആയെങ്കിൽ ഫെഡ് ഇൻട്രസ്റ്റ് അവർ ചിന്തിക്കും, അവർ കട്ട് ചെയ്യത്തില്ല, ഇൻട്രസ്റ്റ് റേറ്റിന് ഹൈയിൽ തന്നെ വെച്ചിരിക്കും. ഇത് കാരണം ഗോൾഡിന്റെ പ്രൈസ് കയറൂല എന്ന ഒരു തിയറി പറയുന്നു സർ. ഞാൻ എന്ത് പറയുന്നു എന്നാൽ 5100 5200 ഇരിക്കുന്നു. നിയർലി 15,000 to 16,000. It goes up by 1,000 2,000. Every day it will not go up. ഫാബുലസ് ആയിട്ടാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് ശ്വാസം വെട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നു. 2-3 മാരത്തോൺ ഓടിയിരിക്കുന്നു. കുറച്ചത് പേഷ്യൻസ് അവിടെ നിൽക്കുന്നത് എനിക്കൊരു വലിയ പ്രോബ്ലം ആയിട്ട് തോന്നുന്നില്ല. ഈ വിചാരിക്കുന്ന പോലെ ട്രംപ് വന്നിട്ട് ഇൻട്രസ്റ്റ് റേറ്റിനെ കയറ്റാൻ വിടില്ല. എക്സാമ്പിൾ, ഇന്ത്യയിൽ മിന്റിലൊക്കെ ഇപ്പോൾ തന്നെ വന്ന് പക്ഷെ കേരള എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു. എന്താണ് ഒരു ജോക്കായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇന്ന് സിലിണ്ടറിന് വില 65 രൂപ കയറിയിരിക്കുന്നു. അപ്പോൾ കൊണ്ട് ഡെലിവറി ചെയ്യേണ്ടതിന് എക്സ്ട്രാ ചാർജൊക്കെ ചോദിക്കും. 75 80 രൂപ ഡെഫിനറ്റ് ആയിട്ട് കയറിയിരിക്കും. പിന്നെ കമേഴ്ഷ്യൽ സിലിണ്ടർ 200 രൂപ കയറിയിരിക്കുന്നു. ഇപ്പോൾ കമേഴ്ഷ്യൽ സിലിണ്ടറിന് നീ 10% കയറ്റിയുണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്റെ കാശ് ഒന്നും കയറൂല എന്ന് നീ വിചാരിക്കുന്ന വെളിയിൽ ഫുഡ് കഴിക്കുന്നവർക്കൊക്കെ കാശ് ഒരുപാട് ചിലവാകും. ആ ചിലവാകുമാവത്തില്ല നീ പറ. ഞങ്ങൾ അതിനെ ഇൻഫ്ലേഷൻ ബാസ്ക്കറ്റിൽ വച്ചിരിക്കുന്നു സർ. പക്ഷെ അങ്ങനെ വില വശി കയറൂല. അതന്നെ സർ, വിലവാശി കയറൂല എന്ന് പറയും, പക്ഷെ വാശി കയറും. അതേ സർ പറയാവുന്നത്. അതെ, മാർച്ച് മാസം വന്നു സാലറി ഹൈക്കൊക്കെ വന്നിരിക്കും. ഇത്രയും കമ്പനിയിലാണ് 6-7% മുകളിൽ ഹൈക്ക് കൊടുക്കാൻ പോകുന്നു. മിഡിൽ ക്ലാസ്സിന് അവർ ചുറ്റിലും ഒരു എൻസർട്ട് ചെയ്യുന്നപ്പോൾ ഒരു ഫീലിംഗ് തീർച്ചയായിട്ടും വരും. എന്തെന്ന് വെച്ചാൽ 18 മാസത്തിന് മുമ്പ് രൂപ 82 83 85 ഇപ്പോൾ അത് 92 വന്നിരിക്കുന്നു. ഇപ്പോൾ വന്നിട്ട് ഒരു 8-9% ഇറങ്ങിയിരിക്കുന്നു. ഡിപ്പിൽ ഓയിൽ ഡെഫിനറ്റായിട്ട് കയറും. തീർച്ചയായിട്ടും ഡിപ്പിൽ ഓയിൽ കയറിയിരിക്കും. പരിപ്പ് ഇതുപോലത്തെ കാര്യങ്ങളുടെ വിലയും കയറിയിരിക്കും. എല്ലാം കയറിയിരിക്കും അല്ലേ സർ? ചിക്കൻ ഫീഡ് കയറിയാൽ ചിക്കൻ്റെ വിലയും കയറിയിരിക്കും. മുട്ടയുടെ വില കയറിയിരിക്കും. ഇതൊരു ബാസ്ക്കറ്റിന് കയറിയിരിക്കും. ഇപ്പോൾ വിലവാശി കയറൂല എന്ന് ഗവൺമെൻറ് പറഞ്ഞ കാരണം ഇത് കയറാതെ ഇരിക്കത്തില്ല. അമേരിക്കയിൽ ആൾറെഡി ഇരിക്കുന്നു, പക്ഷെ അത് കയറിയില്ല എന്ന ഒരു മെതപ്പിലാണ് ഇരിക്കുന്നത് അവർ. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ എന്ത് ചെയ്യുമെന്നാൽ അഗ്രസീവായിട്ട് റേറ്റിനെ കയറ്റുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ചോദിച്ചാൽ റേറ്റ് കയറ്റത്തില്ല, റേറ്റ് കെട്ടിന് അവിടെ സൗകര്യം ഇരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇത് മനസ്സിലാവുന്നില്ല. എന്തെന്ന് വെച്ചാൽ എൻഡ് ഓഫ് ദി ഡേ കാരണം എന്താണ് പ്രൊഡക്ടിവിറ്റി വരും എന്നതിൽ എനിക്കൊരു ക്ലിയർ ഇല്ല. റീപ്ലേസ് ദി പീപ്പിൾ. കമ്പ്യൂട്ടർ വന്നതിൻ്റെ ശേഷം പ്രൊഡക്ടിവിറ്റി കയറി. ഇപ്പോൾ വന്നാൽ എന്ത് കയറും എന്നത് എൻ്റെ അറിവ് നേട്ടിയ അത്രയ്ക്കും ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ അടുത്ത റെവല്യൂഷൻ നോക്കി പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? റെവല്യൂഷൻ എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷെ അത് റെവല്യൂഷനാ എന്ന് ചിന്തിക്കണം. അപ്പം അതാണ് എൻ്റെ ചോദ്യം. ഇപ്പം ഞാൻ ക്ലാഡ് യൂസ് ചെയ്യുന്നു. ക്ലാഡ് എന്ത് ചെയ്യുന്നു എന്നാൽ എനിക്ക് എക്സൽ, ഈ PPT ഒക്കെ ഈ അസിസ്റ്റൻ്റ് ഇല്ലാതെ മേക്ക് മീ എ PPT എന്ന് പറയുവാണെങ്കിൽ അതൊക്കെ അത് ചെയ്യും. പ്രോംപ്റ്റ് ഞാൻ ചോദിക്കുവാണെങ്കിൽ അത് ചെയ്യാൻ തുടങ്ങും. എനിക്ക് ഇമെയിൽ അയച്ചു തരും. എനിക്കൊരു സെക്രട്ടറി ഇല്ലാതെ ജോലി ചെയ്യാൻ പറ്റും. ബട്ട് 25 കൊല്ലം കൊണ്ട് എനിക്ക് സെക്രട്ടറി ഇല്ല. കമ്പ്യൂട്ടറിൻ്റെ മുമ്പ് എനിക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു.
കമ്പ്യൂട്ടർ വന്നതിൻ്റെ ശേഷം എനിക്ക് അസിസ്റ്റൻ്റ് ഇല്ല. നോബഡി ഹാസ് അസിസ്റ്റൻ്റ്. എല്ലാവരും അവരുടെ കാര്യം അവർ തന്നെ നോക്കുന്നു. ഇപ്പോൾ ആ ഇമെയിലിന് അത് ഡിക്റ്റേറ്റ് ചെയ്ത് തരും. GPT ഇട്ട് ലെറ്റർ എഴുതും. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അവരുടെ ഇംഗ്ലീഷ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ആ GPTയിൽ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഉടനെ കിട്ടും. റൈറ്റ് സർ. ഇതല്ലാതെ വേറെ എന്താണ് മീനിങ് ഫുൾ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. എന്താ സാർ ഇങ്ങനെ പറഞ്ഞോ? അതെന്നാ എനിക്ക് യൂസ്ഫുൾ ആയിരിക്കും. എങ്ങനെ എനിക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നാൽ ఇక్కడ 20 കമ്പനി നോക്കാൻ 10 ദിവസം എടുക്കും. 20 കമ്പനി ഞാൻ ഇപ്പോൾ 2 അവറിൽ നോക്കും. സോ ഇറ്റ് ഇൻക്രീസസ് മൈ പ്രൊഡക്ടിവിറ്റി. ഇപ്പോൾ എൻ്റെ ക്യാമറമാൻ്റെ പ്രൊഡക്ടിവിറ്റിനെ അത് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ മാത്രം തന്നെ ഇത് വേൾഡ് വൈഡ് അത് പ്രൊഡക്ടിവിറ്റി ആയുള്ള സാധനമെന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തത് ഇന്റർനാഷണൽ മാർക്കറ്റ് ഈ ആഴ്ച എങ്ങനെയായിരുന്നു? പിന്നെ അടുത്ത ആഴ്ച എങ്ങനെ ഇരിക്കും? വളരെ ബാഡായിരുന്നു ലാസ്റ്റ് വീക്ക്. പക്ഷേ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇറാൻ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ നെയ്ബറിങ് കൺട്രീസിനെ അറ്റാക്ക് ചെയ്യത്തില്ല എന്താണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവിടെ നിന്ന് ഇവിടെ മിസൈൽ വരുവാണെങ്കിൽ തിരികെ അടിക്കുമെന്ന് ഉറപ്പുണ്ട്. അമേരിക്കൻ ബേസസ് എവിടെ നിന്ന് അടിക്കും, എങ്ങനെ പോവും, മോസ്റ്റ്ലി നിന്ന് ചൈന ആയില്ല മാത്രം തന്നെ അകത്ത് വിടുമെന്നും പറയുന്നു. സോ ഇപ്പോൾ കച്ച എണ്ണ എന്താവും വെച്ചാൽ ഇതൊക്കെ തീരുമാനിക്കാൻ പറ്റും. ഇപ്പോൾ പെയിൻറ്റിൻ്റെ വില കൂടും, ടയറിൻ്റെ വില കയറും. മുമ്പേ പറഞ്ഞ് ശമ്പളം കണക്കൊക്കെ കയറും. ഏഷ്യൻ പെയിൻറ്റ്സ്, JSW പെയിൻറ്റ്സ്, ഓപ്പസ് ഇവർക്കൊക്കെ ഭയങ്കര അടിയാണ്. ചൈനയെ മാത്രം വിടുമെന്ന് പറഞ്ഞില്ല. ഇറാൻ, ഇസ്രായേൽ ഇവർക്ക് പോയിട്ട് വരാം എന്നല്ലേ സർ പറഞ്ഞിരിക്കുന്നു? ചൈനയ്ക്ക് മാത്രമാണ് വിടാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആവശ്യമുള്ളത് എണ്ണയാണ്. നമുക്കതിനെക്കുറിച്ച് വിഷമമില്ല. വിസ കൊടുത്തിരിക്കുന്നു. നമ്മളെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ എണ്ണ വാങ്ങിക്കുക. നമ്മൾ അമേരിക്കയോടൊപ്പമാണ് ഒപ്പന്തം ചെയ്യണത്. അതുപോലെ 75 വർഷത്തെ വരലാറിൽ നടന്നതുപോലെ എനിക്ക് തോന്നുന്നില്ല. സർ ഇതിനെ കുറിച്ച് മക്കൾ പേജ് വളരെ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യാം സർ. സർ അടുത്തത് വന്നിട്ട് കുറച്ച് ഷെയർസ് സാർ പറയുവാണെങ്കിൽ അത് വളരെ ഉപയോഗമായിരിക്കും. ഒന്ന് വന്നിട്ട് വിപ്രോയാണ് സർ. വിപ്രോ വളരെ ചീപ്പാണ്. പക്ഷെ ഒരുപാട് സമയത്തിന് അത് ഒന്നും ചെയ്യത്തില്ല. വിപ്രോ ആസ് എ ഷെയറാ സർ? നോർമല നോക്കുന്നവർക്ക് വിപ്രോയിൽ നിന്ന് റിട്ടേൺ ഉടനെ കിട്ടൂല. ഡിവിഡൻഡും വളരെ കുറവാണ് അവരുടെ അടുത്ത് നിന്ന്. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ലൈക്ക് TCS. 15 PE ഇരിക്കുന്നു സർ, അതാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഒരുപാട് ദിവസം ആ 15 PE തന്നെ ഇരിക്കുവാണെങ്കിൽ നീ എന്ത് ചെയ്യും? ഓക്കെ സർ, ഇത് ഞാൻ ഈ സ്ഥലത്തിൽ തന്നെ ചോദിക്കുന്നു. ലോസ്റ്റ് ദി കോൺട്രാക്ട് ടുവേർഡ്സ് ആക്സെഞ്ചർ ലാസ്റ്റ് ഇയർ. ലാസ്റ്റ് വീക്ക് ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നായിരുന്നു. അപ്പം അവിടെ സ്നാക്ക് സെക്ഷനിൽ നോക്കുമ്പോൾ ഞാൻ കണ്ടതാണ് ഈ മുറുക്ക്, മിക്ചർ ഇതിലൊക്കെ വിപ്രോ, അതായത് ഗ്രാൻഡ്മ ഒരു സെപ്പറേറ്റ് ഒരു ബ്രാൻഡ് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നു. ഗ്രാൻഡ്മ, അതെ സർ, അങ്ങനെ പറഞ്ഞ ഒരു ബ്രാൻഡിൽ പ്രോൺ ഇട്ടിരിക്കുന്നു. ശരി, എങ്ങനെ ഇരിക്കുന്നു എന്ന് ടേസ്റ്റ് വാങ്ങി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വിപ്രോ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു. അത് കാരണം ഇത് വാങ്ങാമോ? IT സിംഗല്ലേ സർ നമ്മൾ ചിന്തിച്ചിരിക്കും. അതുപോലെ ഇതിനെ വാങ്ങാൻ പറ്റൂല. ഒരുപാട് ദിവസം മുമ്പ്, അതായത് 10-15 വർഷത്തിന് മുമ്പ് ഷെയർ ഹോൾഡറൊക്കെ വന്ന് ഈ സോപ്പ് ചീപ്പൊക്കെ ഇരിക്കുന്ന കാരണം ഇതിൻ്റെ വാല്യൂ പോകുന്നു. നിങ്ങൾക്ക് ഞങ്ങളെ ഷെയർ തിരിച്ചു തരണം, നിങ്ങളെ സ്റ്റോക്ക് വേണമെന്ന് തിരിച്ചു ചോദിച്ചായിരുന്നു. ആണ് ഈ കമ്പനിയെ പിരിച്ച് അങ്ങനെ എടുത്തുകൊണ്ട് പോയത്. ഈ കമ്പനി കംപ്ലീറ്റ്ലി ഫാമിലി ഓൺഡ് കമ്പനിയാണ്. അറ്റ്ലീസ്റ്റ് സന്തൂർ സോപ്പ്, ഗ്രാൻഡ്മ സ്നാക്സ് ഒക്കെ കംപ്ലീറ്റ്ലി ഓൺഡ് ബൈ ദി വിപ്രോ ഫാമിലി. ഇറ്റ്സ് എ പ്രൈവറ്റ് കമ്പനി. ഇറ്റ്സ് നോട്ട് എ ലിസ്റ്റഡ് കമ്പനി. ഇപ്പൊ ഞാൻ അത് വാങ്ങി കഴിക്കുന്ന കാരണം ഷെയറിൽ ഒരു മാറ്റവും ഇല്ല അല്ലേ സർ? നീ വാങ്ങിച്ചയച്ചാൽ പ്രേംജിക്ക് നല്ലതാണ്, കമ്പനിക്ക് നല്ലതല്ല. പ്രേംജിക്ക് ഏതോ ഒരു വകയിൽ നല്ലത് എന്ന് പറയുമ്പോൾ വിലോയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം എന്ന് വെച്ചാൽ പ്രേംജി ഒന്ന് നിൽക്കുമോ സർ? നിൽക്കും. അവർക്ക് വിപ്രോയെ വിട്ടുകൊടുക്കത്തില്ല. ബട്ട് ഹീ ഈസ് വെരി കൺസർവേറ്റീവ്. കാരണം ഗ്രോത്ത് വിൽ ബി എക്സ്ട്രീംലി സ്ലോ. പ്രൈസ് കയറാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഈ സ്നാക്സിൽ വിപ്രോ പ്രോഡക്ട്സ് ഞാൻ വാങ്ങുന്നു എങ്കിൽ പാക്കറ്റിൽ പണം കാശ് ഇടുന്നോ ആ പാക്കറ്റിൽ കാശ് ഇടുന്നോ എന്നതാണ് വ്യത്യാസം. അല്ല, നിനക്ക് ഒന്നും കിട്ടൂല. പാക്കറ്റിൽ ഇട്ടെങ്കിൽ ഷാമിന് കാശ് കിട്ടും. ആ പാക്കറ്റിൽ ഇടുവാണെങ്കിൽ കാശൊക്കെ പ്രേംജിക്ക് പോകും. ഒരു കാലം എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് അവർ ഹെൽപ്പ് ചെയ്യും എന്നൊരു വിശ്വാസം അല്ലേ സർ? അതിന് ബദലായിട്ട് നിങ്ങൾ കാശിനടുത്ത് ITC ഇട്ടിട്ട് പോകാമല്ലോ. അപ്പം നിനക്ക് നിന്റെ കാശ് കിട്ടും. അത് ബിങ്കോ എന്തെങ്കിലും ഇപ്പം എങ്കിലും നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.